ആന്റി അത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയത് മുഴുവൻ നമുക്ക്. എന്തൊരു കഷ്ടമായത്. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലോ, പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തില്ലേ. നമ്മുടെ സമയം ശരിയല്ല, അങ്ങനെ സമാധാനിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യണം. മഹി അന്ന് ആ ഗംഗയെ ഒരു മുന്നറിയിപ്പും കൂടാതെ താലി കെട്ടിയത് പോരാഞ്ഞിട്ട് അവളുടെ സമ്മതത്തോടെ ഒന്നുകൂടി ഉറപ്പിക്കാനാ അമ്പലത്തിൽ പോയിട്ട് മാലയിട്ടിരിക്കുന്നത്. ഇതൊന്നും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ഇവരെന്തോ പ്ലാനിങ്ങിലാണല്ലോ. അതെ ആന്റി, ഞാൻ ഇത്രയൊക്കെ ക്ഷമിച്ചു. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ ആദ്യരാത്രി ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഒളിച്ചു നിന്നുള്ള തന്ത്രങ്ങളും പ്ലാനിങ്ങുകളും ഒന്നുമില്ല. നേർക്ക് നേർ യുദ്ധമാ. എടി മോളെ, നീ നേരിട്ട് അവളെ എന്തെങ്കിലും ചെയ്യാൻ പോയാ മഹി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അത് മാത്രല്ല, അതോടെ ഗംഗയ്ക്ക് എന്തെങ്കിലും പറ്റിയാ മഹിയോടൊപ്പം ജീവിക്കാന്നുള്ള നിന്റെ ആഗ്രഹവും നടക്കാതെ വരും. നേരിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാ ഞാൻ നേരിട്ട് ചെന്ന് അവളെ കൊല്ലാൻ പോകുന്നല്ല. ആളെ ഇറക്കി ഒളിവും മറവും ഇല്ലാതെ ഇവിടെ വെച്ച് തന്നെ തീർക്കും. അതിനു പറ്റിയ ആള് എന്റെ കയ്യിലുണ്ട്. ഇന്ന് ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഗംഗയുടെ മരണം ഉറപ്പാക്കും. അതിൽ കുറഞ്ഞ ഒന്നും ഇനിയില്ല. നിന്റെ ഒരു പ്ലാനും നടക്കില്ല ശ്രേയേ. ഏത് ഗുണ്ട വന്നാലും ഗംഗയെ സംരക്ഷിക്കാൻ ഞാനുണ്ട് ഇവിടെ. ഇക്കാര്യം ഗംഗ അറിയണ്ട. ഇന്ന് അവരുടെ ആദ്യ രാത്രിയല്ലേ, സമാധാനമായി കഴിയട്ടെ. ഗുണ്ടയുടെ കാര്യം എനിക്ക് നോക്കാനുള്ളതേ ഉള്ളൂ. ഹലോ, ആരേ ഇത്? എന്താ ശ്രേയ ഇത്? എന്താ നത്തൂനെ? ആരേ ഇയാള്? ആന്റി എതിര് നിൽക്കരുത്. ആ ഗംഗ ഇന്ന് ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതാ ഞാൻ. വീട്ടിൽ വെച്ച് ഒരു വഴക്കും പ്രശ്നങ്ങളും വേണോ? ആ ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ നാത്തൂനെ. അവളെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഇയാൾ ഇപ്പൊ ചെന്ന മഹി ഇടപെടത്തില്ലേ? വലിയ വഴക്കാവില്ലേ? മഹി ഇയാളെ തല്ലിയാലോ?
എന്നാരും തല്ലില്ല. എന്നെ തല്ലാൻ വന്നാ ഞാൻ വെറുതെ വിടുകയില്ല. മഹി കൈവച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആന്റി. മഹേട്ടനെ നമുക്ക് പിടിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വഴക്കുണ്ടാക്കാനാണോ പ്ലാൻ? അല്ല, ഇയാളൊരു കള്ളനെ പോലെ അകത്ത് കടന്ന് ഗംഗയെ വക വരുത്തും. ശരി, മഹി ഒന്നും ചെയ്യരുത്. ഇല്ല. നമ്മൾ കയറി വന്നില്ലേ, ആ സ്റ്റെയർ കേസിന്റെ വലതു ഭാഗത്തായിട്ടാ മഹിയുടെ റൂം. ഇയാൾ എങ്ങനെ അകത്ത് കയറും? അതൊക്കെ ഞാൻ കുത്തി തുറന്നോളാം. ഗംഗയുടെയും മഹിയേട്ടന്റെയും ആദ്യരാത്രി നശിപ്പിക്കാനാ അവരുടെ പ്ലാൻ. ശരിയാക്കി തരാം. താൻ ചെല്ല, പറഞ്ഞൊന്നും മറക്കണ്ട കേട്ടല്ലോ. വാ, നമുക്ക് മാറി നിൽക്കാം. പുറത്ത് എന്ത് ശബ്ദം ഉണ്ടായാലും നമുക്കിതിനകത്ത് തന്നെ ഇരിക്കാം, മിണ്ടണ്ട. അയ്യോ അയ്യോ അയ്യോ, കൊല്ലാൻ പറഞ്ഞേ. അയ്യോ, കൊറേ കത്തി. അയ്യോ 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 അയ്യോ, തല്ലേ. അയ്യോ അയ്യോ, എന്റെ അമ്മച്ചി. അയ്യോ അയ്യോ. മോളെ, ഇനി ഞാൻ എന്താ വേണ്ടത് ആന്റി? എന്റെ ഒരു ആഗ്രഹവും നടക്കുന്നില്ല. ഒന്നും നടത്താൻ ഗൗരി സമ്മതിക്കുന്നുമില്ല. വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവുന്ന ആന്റി പറയുന്നേ? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്ലാനും ആ ഗൗരി തകർക്കുമല്ലേ? അതെ, മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇത് നമ്മളെ തകർക്കാൻ നോക്കുന്നത് ഒരു ആത്മാവല്ലേ? അവൾ ആ ഗംഗയും മഹേട്ടനെ ഒന്നിപ്പിക്കും. എല്ലാം കണ്ട് വിഷമിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എന്റെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. വിവരക്കേട് പറയാതെ ശ്രേയെ. നീ മരിച്ച അതിന്റെ നഷ്ടം ഞങ്ങൾക്ക് മാത്രമാ. ഗംഗയും മഹിയും അതൊരു അവസരമായിട്ട് എടുക്കുകയുള്ളൂ. പിന്നെ പിന്നെ ഞാൻ എന്താ വേണ്ടേ? പരാജയപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ജീവിക്കണോ? അങ്ങനെയല്ല മോളെ, നാത്തൂനല്ലേ നമുക്കൊപ്പം ഉള്ളത്. എന്തെങ്കിലും ഒരു മാർഗം നാത്തൂൻ കണ്ടുപിടിക്കും.
അതെ ശ്രേയെ, ആ ഗൗരി അവളൊരു ആത്മാവ് മാത്രമാണ്. അവളെ ഈ ഭൂമിയിൽ നിന്ന് ഓടിക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പിന്നെ ഈസിയായി ഗംഗയും മഹിയും പരസ്പരം അകറ്റാം. എങ്ങനെ? ഗൗരിയെ ഒഴിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ വഴി നോക്കി, എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതണയുന്നതിന് മുൻപുള്ള ആളിക്കത്തലായിട്ട് മാത്രം മോള് കണ്ടാ മതി. ഈ ഭൂമി വിട്ട് പരലോകത്തേക്ക് പോയവൾക്ക് ഭൂമിയിൽ നിൽക്കാൻ അവകാശമില്ല. ഏതു വിധേനയും നമുക്ക് ആ ഗൗരിയെ തളയ്ക്കണം. അതിനാദ്യം വേണ്ടത് നിന്റെ മനോധൈര്യമാ. അതേ മോളെ, നാത്തും പറയുന്ന ശരി. തോൽവി സമ്മതിക്കാൻ എളുപ്പം. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ജയിച്ചു മുന്നേറണം. അതാ വേണ്ടത്. അതെന്റെ മോൾക്ക് സാധിക്കും. നിങ്ങളുടെയൊക്കെ വാക്ക് ഞാൻ വീണ്ടും വിശ്വസിക്കുക. ആ ഗൗരിയെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് എന്റെ മഹേട്ടിനെ എനിക്ക് സ്വന്തമാക്കണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ ആത്മവിശ്വാസമാണ് നിനക്ക് വേണ്ടത്. മഹി നിന്റേതാ, നിന്റേത് മാത്രം. അവന്റെ മേൽ മറ്റാർക്കും യാതൊരു അവകാശവും ഇല്ല. അതെ, അതിന് തടസ്സം ആര് നിന്നാലും നമ്മളത് ഒഴിവാക്കും. മഹേട്ടാ, മഹേട്ടാ എഴുന്നേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദാ മഹേട്ടാ ചായ. അതോടെ വയ്ക്കുകഴിഞ്ഞ് ചായ കുടിക്കൂ. എന്താ മഹേട്ടാ? ഏയ് ഒന്നുമില്ല, വെറുതെ നിന്നെ കാണാൻ. മഹേട്ടൻ ചായ എടുത്ത് കുടിക്കേ, ഞാൻ കിച്ചണിലോട്ട് പോട്ടെ. വേണ്ട, പോണ്ട. മഹേട്ടാ, മഹേട്ടാ സമയം ഒരുപാടായി. കൺകളിലായിരം കനവുകൾ തെളിയവേ ചെന്താമ
ഗംഗേ, ഗൗരി ചേച്ചി. എന്താ ആലോചിച്ച് നിൽക്കുന്നെ? ആ, ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചത് വല്ലതും ഗംഗ അറിഞ്ഞോ? എന്താ ചേച്ചി? നിന്നെ ടെൻഷനാക്കണ്ടെന്ന് കരുതി ഞാൻ ഇന്നലെ പറയാതിരുന്നതാ. നിങ്ങളുടെ ആദ്യ രാത്രി നശിപ്പിക്കാൻ ശ്രേയ ഒരു ഗുണ്ടയെ ഏർപ്പാട് ചെയ്തു. അയ്യോ, എന്നിട്ട്? അവൻ വന്ന് നിങ്ങളുടെ മുറിയിൽ കയറാൻ ശ്രമിച്ചു. ഞാനവനെ ഓടിച്ചു. അവന്റെ ഓട്ടം കണ്ട് ബാക്കിയുള്ളവരും പേടിച്ചു. ആകെ ഒരു ബഹളായിരുന്നു. എന്നിട്ട് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അത് സാരമില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം മോശം കാര്യങ്ങളോ അനുഭവങ്ങളോ ഒന്നും വേണ്ട. സന്തോഷം മാത്രം മതി. ആ, ഞാനൊരു കാര്യം ചോദിച്ചാ ഗൗരി ചേച്ചി എന്നോട് സത്യം പറയോ? അതെന്താ ഗംഗേ, ഞാൻ നിന്നോട് കള്ളം പറയോ? ഞാൻ മഹേട്ടന്റെ ഭാര്യയായി ജീവിക്കുന്നതില് ചേച്ചിക്ക് മനസ്സുകൊണ്ട് വിഷമമുണ്ടോ? ഗംഗേ, എന്റെ മനസ്സിൽ മഹിയേട്ടൻ എന്റേത് മാത്ര. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പക്ഷെ ഞാനൊരു ആത്മാവ് മാത്ര. എനിക്ക് എന്റെ മഹിയേട്ടന്റെയും കുഞ്ഞിന്റെയും നന്മ ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കൂ. അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നീ. നീ എന്നും എന്റെ മഹിയേട്ടനും മാളുവിനും നന്മയും സന്തോഷവും നൽകണം. മാളുവിനെ ഒരുപാട് സ്നേഹിക്കണം. അതിന് നീ എന്നും മഹിയേട്ടനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയായി കൂടെ തന്നെ വേണം. ആ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരുപാട് കാലം ജീവിക്കണം. എനിക്ക് നഷ്ടമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കണം ഗംഗേ. അതിന് കാവലായി എന്നും ഞാനുണ്ടാവും. മോൻ ബിസിയാണോ? എന്താമ്മേ പറഞ്ഞു? ഞാൻ രാഹുലിന്റെ കാര്യം സംസാരിക്കാനാ വന്നത്. എന്തുപറ്റി? രാഹുലിനെന്താ? ഒന്നും പറ്റിയെന്നല്ല. ഞാനെന്ന് നിന്നോട് രാഹുലിന്റെ വിവാഹക്കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ അതെ, അതേക്കുറിച്ച് ഞാനും ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും നല്ല ആലോചന വന്നാ നമുക്ക് നടത്താം. അങ്ങനെ ഒരു ആലോചന ഇപ്പൊ വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ മോളാ, നല്ല മിടുക്കി കുട്ടിയാ. ആഹാ, രാഹുലിന് നന്നായി ചേരും. ആ നല്ല ആലോചന വന്നെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എനിക്ക് നല്ലതായിട്ടാ തോന്നുന്നേ. ഇനി നിന്റെ അഭിപ്രായം കൂടി അറിയണം. എന്റെ അഭിപ്രായമല്ല, ഇക്കാര്യത്തില് രാഹുലിന്റെ അഭിപ്രായമാണ് പ്രധാനം. എന്താ രാഹുലൊന്നും മിണ്ടാത്തത്? എന്താ നിന്റെ അഭിപ്രായം? ഞാനെന്താ പറയണ്ടേ? ഇതൊക്കെ ഏട്ടനും അമ്മയും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. അമ്മ കണ്ടെത്തിയ പെൺകുട്ടി മോശാവില്ല. നിനക്ക് ചേരുന്ന കുട്ടി തന്നെയാവും. എനിക്ക് ഏതാ നല്ലതെന്ന് എന്നേക്കാൾ അറിയാവുന്നത് നിങ്ങൾക്കല്ലേ? ആ പിന്നെ രാഹുൽ, വിവാഹം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നിന്നെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി നിനക്കൊപ്പം ജീവിക്കാൻ വരുമ്പോൾ ആ കുട്ടിയെ യാതൊരു കുറവുമില്ലാതെ പൊന്നുപോലെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അറിയാം, ചെറിയ ചെറിയ തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എതിർക്കുന്നുമില്ല. പക്ഷേ ഞാനൊരു മോശം വ്യക്തിയല്ല. ഞാൻ കണ്ടു വളർന്നത് മഹിയേട്ടനെയാണ്. അതിൻ്റെ നന്മകൾ എന്നിലുമുണ്ട്. അതേ മഹി, എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നമ്മുടെ ഫാമിലി ഫ്രണ്ട് കൂടിയല്ലേ പെൺകുട്ടി. അതുകൊണ്ട് മറ്റു ടെൻഷനുകളൊന്നും വേണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാം. അതെ, വിശ്വട്ടനും അത് തന്നെ അഭിപ്രായം. ഇനിയും ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. വിവാഹം കഴിയുന്നതോടെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം എല്ലാം ഉണ്ടാവും. അതെ രാഹുൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാലോ അല്ലേ? നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, നിങ്ങളുടെയൊക്കെ തീരുമാനമാണ് എൻ്റെ.